السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في دورة الثانية من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിനെളുപ്പയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 2ാം സെമസ്റ്ററിലാണ് നാം ഉള്ളത്. ഇവിടെ നമ്മൾ നിർത്തിയത് أين وقفنا؟ وسنبدأ اليوم الدرس 19 صح؟ طيب يا إخوان ഓക്കെ. പാഠം 19 എന്താ പറയുന്നത്? അപ്പോൾ ഇതിൽ നഫി പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മൾ മാ ദറസ്തു എന്ന് പറയും, അതേപോലെ ലാ അരിഫു എന്ന് പറയും. എന്താ ഫ്യൂച്ചർ ടെൻസിൻ്റെ കൂടെ നമ്മൾ മാളിയുടെ കൂടെ നമ്മൾ പാസ്റ്റ് മാ പഠിച്ചു, അതേപോലെ മുളാരിയുടെ കൂടെ ലാ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപൂർണ ക്രിയയുടെ കൂടെ ലെൻ വരുന്ന സന്ദർഭമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അൻ വന്ന കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? അർജു അൻ തഷ്തരിയ എന്ന് പറഞ്ഞില്ലേ? എന്താ സംഭവിക്കുക? നെസ്ബ് കൊടുക്കും. അപൂർണക്രിയയുടെ അവസാനം നെസ്ബ് കൊടുക്കും. അഥവാ അവസാനത്തിൽ അന്ത്യത്തിൽ ഫത്തഹ് ചെയ്യും, അല്ലെങ്കിൽ നെസ്ബ് കൊടുക്കും. നെസ്ബ് കൊടുക്കുന്ന പറഞ്ഞാൽ അന്ത്യത്തിൽ നെസ്ബ് കൊടുക്കുക എന്ന് പറയേണ്ട കാര്യമില്ല. നെസ്ബ് അന്ത്യത്തിൽ വരുള്ളൂ. എൻ്റെ പേര് നെസ്ബ് ചെയ്യുക എന്നതാണ്. അപ്പം ഇതേ പ്രക്രിയ തന്നെയാണ് ലെൻ വന്നാലും ചെയ്യുന്നത്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചുണ്ടോയെന്ന് എനിക്കറിയില്ല. അല്ലൻ ഇതൻ കൈ പഠിച്ചവരുണ്ടോ? അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇതിൽ പഠിക്കുക, ഒന്നിൽ ഇതിൽ പഠിക്കുക, അല്ലെങ്കിൽ അതിൽ പഠിക്കുക. രണ്ടിലും പഠിക്കും, രണ്ടിലും അത് വരുന്നുണ്ട്. ഇവിടെ ഒന്നായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് നമ്മൾ അൻ പഠിച്ചു, ഇവിടെ ലെൻ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ലെൻ വരുമ്പോൾ എന്ത് ചെയ്യും? സ ഉണ്ടെങ്കിൽ സ ഒഴിവാക്കും. കാരണം ലെൻ ഉപയോഗിക്കുന്നത് ഭാവി കാലത്തേക്ക് വേണ്ടിയാണ്. പിന്നീട് സ ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല. അതുകൊണ്ട് സ ഒഴിവാക്കപ്പെടും. സഅദ്ഹബു അൻ സഅദ്ഹബു, ലൻ സഅദ്ഹബു എന്ന് പറയേണ്ടതില്ല. ലൻ അദ്ഹബ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അബദൻ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ അബദൻ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? മീനിങ് എന്തായിരിക്കും? പോസിറ്റീവ് ആണെങ്കിൽ ഫോർ എവർ, നെഗറ്റീവ് ആണെങ്കിൽ നെവർ എന്നായിരിക്കും മീനിങ്. അപ്പോൾ അത് നെഗറ്റീവ് വേർഡിനെ എംഫസൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ലെൻ ഉപയോഗിക്കുന്നത്. അതേപോലെ ഏതുപോലെ എന്നാൽ നമ്മൾ മാലയിൽ കത്ത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. പാസ്റ്റ് ടെൻസിൽ പാസ്റ്റ് ടെൻസിൽ നെഗറ്റീവ് വരുമ്പോൾ അതിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി കത്ത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ
ഫ്യൂച്ചർ ടെൻസിൽ അതിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി ഊന്നി പറയാൻ വേണ്ടി ഈ അബദ്ധനം ചെയ്യും. ഇതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ രണ്ടാമത് വായിച്ചു നോക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പറയുന്നത് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യാനല്ല, ഇപ്പം നിങ്ങൾ സ്ക്രീൻ നോക്കിയിരിക്കുക, പുസ്തകത്തിൽ രണ്ടാമത് കേൾക്കുമ്പോഴത്തേക്ക് പുസ്തകത്തിൽ നോക്കിയിട്ട് ഹൈലൈറ്റ് ചെയ്യണം, ടെക്സ്റ്റിൽ ഹൈലൈറ്റ് ചെയ്യണം. ദർസുത്താസെ അമ്രും ഉമറും തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ എഴുത്തിൽ. അമ്ര എങ്ങനെ എഴുതും, ഉമർ എങ്ങനെ എഴുതും? അവസാനം വാവിട്ടാൽ അമ്രായിരിക്കും, വാവിലെങ്കിൽ ഉമറായിരിക്കും. ഇവിടെ അതിൻ്റെ ഫത്ത കിട്ടിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വായിക്കാം. പക്ഷേ ഫത്ത ഇല്ലെങ്കിലും നമുക്ക് അമ്രെന്ന് എഴുതിയാലും ഉമറെന്ന് എഴുതിയാലും കണ്ടാൽ മനസ്സിലാവും. അർജു അൻ തശ്തരിയ ലി ഹാദൽ കിതാബ മിനൽ ഹിന്ദി ഐൻദമാ തദ്ഹബു ഇലാ ഹുനാക ഫി ഉത്ലത്തി സ്വൈഫ് ഇന്നഹു ബില്ലഗത്തിൽ ഉർദിയ്യ വമാ വജദ്തുഹു ഫിൽ മകാതിബി ഹുന. അമർ പറഞ്ഞു, അർജു അൻ തശ്തരിയ, അർജു നേരത്തെ പറഞ്ഞത്, അർജു ഐ റിക്വസ്റ്റ്, അൻ തശ്തരിയ താങ്കൾ വാങ്ങുന്നതിന്, അന്ന് വന്നപ്പോൾ നെസ്ബി ചെയ്തു, തശ്തരിയ. തശ്തരിയ ലി എന്താ? യു ബൈ ഫോർ മീ, ബി ലി ഫോർ മീ ഹാദൽ കിതാബ്, ഈ പുസ്തകം. ഈ പുസ്തകം വാങ്ങണം. മിനൽ ഹിന്ദ്, എവിടെ നിന്ന് വാങ്ങണം? ഫ്രം ഇന്ത്യ. ഐന്ദമ, വെനവർ. എന്തമ എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ. എന്തമാ തദ്ഹബു, നീ പോകുന്ന സന്ദർഭത്തിൽ. ഇന്ത്യയും മായങ്ങൾ ചേർന്നിട്ട് ഇന്ദമ എന്ന് പറയുന്നത് ഒരു പദമായിട്ടാണ് ഉപയോഗിക്കുക. ഇന്ദമാ തദ്ഹബു, ആ സന്ദർഭത്തിൽ. എന്താണോ അത് എന്ന അർത്ഥത്തിലാണ് മാ വന്നിട്ടുള്ളത്. പക്ഷെ അത് ഇന്ത്യയുടെ കൂടെ വന്നപ്പോൾ എന്തായി? എപ്പോഴാണോ അപ്പോൾ എന്ന അർത്ഥമായി. എന്തമാ തദ്ഹബു, നീ പോകുമ്പോൾ. ഇലാ ഹുനാക, അവിടെ. ഇന്ത്യയിൽ നിന്ന് വാങ്ങണം നീ അങ്ങോട്ട് പോകുമ്പോൾ. മലയാളത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ നീ പുസ്തകം വാങ്ങണം നീ അങ്ങോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നീ അവിടെ പോകുമ്പോൾ എന്ന് പറയുന്നത് പോലെ. ഫി ഉത്ലത്തി സ്വൈഫി, ഉത്ലത്തി സ്വൈഫി, സമ്മർ വെക്കേഷൻ. ഇപ്പോൾ ഉത്തലത്തിന് കസറാണെന്ന് മനസ്സിലായി, സൈഫിന് എങ്ങനെ കസറാണെന്ന് മനസ്സിലായി. ഫീ വന്നുകൊണ്ട് ഉത്തരത്തിന് സൈഫാണ്, ഉത്തരത്തിന് കസർ വന്നു. സൈഫിന് എങ്ങനെ കസർ വന്നു? ഉത്തരത്തിനെ സൈഫിലേക്ക് ഇളാവത്ത് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇളാവത്താണ് വിശേഷണം. അല്ലാന്ന് എങ്ങനെ മനസ്സിലായി? വിശേഷണമാണെങ്കിൽ രണ്ടിന് അല്ല വേണം, വിശേഷണം അല്ലെങ്കിൽ ഒന്നാത്തിന് അല്ല ഉണ്ടാവില്ല. ഓക്കെ, ഇന്നഹു ബിൽ ലുഗത്തിൽ ഉർദിയ. ഉർദിയ എന്താണ്? ഉറുദു. ബിൽ ലുഗത്തിൽ ഉർദിയ. ഇന്നഹു ബിൽ ലുഗത്തിൽ ഉർദിയ, that is in Urdu language. വമാ വജദ്തുഹു ഫിൽ മകാതിബി ഹുന. ഇവിടെ ഷുവർലി ഇറ്റ് ഈസ് എന്ന് പറയേണ്ട കാര്യമില്ല. ഇന്നഹു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിങ്ങനെയാണ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നഹു ബിൽ ലുഗത്തിൽ ഉർദിയ, അത് ഉറുദു ഭാഷയിലാണുള്ളത്. വമാ വജദ്തുഹു, ഐ ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. വജദ്തുഹു, വജത്തുഹു കഴിയുമ്പോഴത്തേക്ക് ദായ്ക്ക് സുക്കൂൻ വേണ്ട കേട്ടോ, തായ്ക്ക് ശ്രദ്ധ വേണ്ടത്. വജത്തുഹു ഇവർ കമ്പ്യൂട്ടറൈസ്ഡ് ഹർക്കത്ത് കൊടുക്കുന്നതുകൊണ്ടാണ്, ഷെക്കിൽ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ അടയാളങ്ങളൊക്കെ അവിടെ കയറി വരുന്നത്. മുഴുവൻ ടൈപ്പ് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഹർക്കത്തോടുകൂടി വരും. നമ്മുടെ ഭാഷയിൽ ഹർക്കത്ത്, അവർ ഭാഷയിൽ ഷക്കിൽ എന്ന് പറയാം, തഷ്കീൽ എന്ന് പറയും. അടയാളം കൊടുക്കുക, അപ്പം അതിൻ്റെ അടയാളത്തിൽ വരും. അപ്പോൾ തദ്ഹബ് വജത്തുഹു, വജദ് തു എന്നായിരിക്കും അതിൽ വരിക. നമ്മൾ വായിക്കുന്ന ക്രമം തജ്വീദ് നിയമമൊക്കെ അനുസരിച്ചല്ലേ. വായന ഇതിലല്ല തജ്വീദുള്ളൂ, തജ്വീദ് നിയമം ഖുർആനിലാണ്. പക്ഷേ ഈ വായനയുടെ നിയമം കൂടി തജ്വീദിൽ വരും. അപ്പോൾ വായനയുടെ നിയമത്തിലുള്ളതാണ് ദായും തായും കൂടെ ചേർക്കരുത്. വജത്തുഹു ഒമാ വജത്തുഹു, ഞാനത് കണ്ടില്ല. ഫിൽ മകാതിബി, ഫിൽ മകാതിബി എന്താ? മകാതിബ്, സോറി, ഫിൽ മക്തബാത്ത്. മക്തബത്തിന് എന്താ?
ബുക്ക് സ്റ്റോൾ. ബുക്ക് സ്റ്റോൾ. മക്തബത്തിൻ. മക്തബത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് അതായത് ബുക്കുള്ള സ്ഥലം എന്നാണ് മക്തബത്തിന്റെ അർത്ഥം. ബുക്ക് ലെൻഡ് ചെയ്യുന്ന സ്ഥലമാകാം, അല്ലെങ്കിൽ ബുക്ക് ബോറോ ചെയ്യുന്ന സ്ഥലമാകാം, അല്ലെങ്കിൽ ബുക്ക് വിൽക്കുന്ന സ്ഥലമാകാം. ബുക്ക് ലെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് എന്ന അർത്ഥത്തിലാണ് ലൈബ്രറി എന്ന് പറയുന്നത്. ബുക്ക് വാങ്ങുന്ന സ്ഥലമാണ് എന്ന അർത്ഥത്തിലാണ് ബുക്ക് സ്റ്റോൾ എന്ന് പറയുന്നത്. രണ്ട് രീതിയിലും വരാം. മക്തബാത്തി ഹുന. മക്തബത്തുൻ, മക്തബാത്തുൻ. ഈ മക്തബ് ഈ ഇവിടെയുള്ള ബുക്ക് സ്റ്റോളുകളില്ല. മക്തബുൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓഫീസാണ്. മക്തബിൻ ഓഫീസ്, അതിന്റെ ബഹുജനമാണ് മക്കാത്തിബ്. ഞാൻ തെറ്റി വായിച്ചതാണ്, ഈ അടയാളം നോക്കാതെ വായിച്ചതാണ്. അയ്യൂബ്. അന ആസിഫ്. അന ആസിഫ് എന്ത് പറയും ഇംഗ്ലീഷിൽ? ഐ എം സോറി. അന ആസിഫ് എന്ന് പറഞ്ഞാൽ ഐ എം സോറി. ആസിഫ് എന്ന് പറഞ്ഞാൽ സോറി. ആസിഫ്. നമ്മളൊരു അബദ്ധം പറ്റിയാൽ നമ്മൾ പറയേണ്ടത് ആസിഫ് എന്നാണ്. ഗൾഫിലുള്ളവരെന്താ പറയല്? ഗൾഫ് ആരുണ്ട്? എന്താ പറയും ഗൾഫിൽ? നിങ്ങള് ഒരു അബദ്ധം പറ്റിയ ഞങ്ങൾ എന്താ പറയല്? സോറി തന്നെയാണ് പറയുന്നത്. അറബി പറയണം. അറബി പറയണം. ഇനി അറബികളോട് അറബി പറയണം. ഇനി ഗൾഫ് നാടുകളിലാണ് നിങ്ങൾ അറബി പറഞ്ഞാലും കുഴപ്പമില്ല. ആന പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ ഫുൾ സെന്റൻസ് നിർബന്ധമില്ല. ആസിഫ് എന്ന് പറഞ്ഞാൽ മതി. ഞാനിപ്പം പറയാന്നല്ലേ, إن شاء الله في المستقبل استخدم هذا الكلام. هذا الاستخدام. ഈ ഉപയോഗപ്രയോഗം പ്രയോഗിക്കുക. ആസിഫ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സെന്റൻസ് ആയി. ആസിഫ് എന്ന് പറയുമ്പോഴത്തേക്ക് സോറി എന്നായി. സാധാരണ ചിലര് മാലേഷ് എന്ന് പറയും. മാലേഷ്. മാലേഷ് എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളോട് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താൽ നമ്മൾ അങ്ങോട്ട് പറയേണ്ടതാണ് മാലേഷ്. അയാൾ എന്ത് പറയണം? നമ്മളോട് ഒരു മിസ്റ്റേക്ക് ചെയ്ത ആള് എന്താ പറയേണ്ടത്? അയാൾ ആസിഫ് എന്ന് പറയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാലേഷ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഡോണ്ട് വറി, നോ പ്രോബ്ലം. നോ പ്രോബ്ലം. മാലേഷ് എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം. നമ്മളൊരാൾക്ക് പോയി മിസ്റ്റേക്ക് ചെയ്തിട്ട് അയാളോട് നോ പ്രോബ്ലം എന്നല്ല പറയേണ്ടത്. നമ്മൾ പറയേണ്ടത് സോറിയാണ് പറയേണ്ടത്. അത് കേട്ടയാളെ പറയേണ്ടത് മാലേഷ്. മാലയ്ക്ക് ഷെയ് എന്നാണ്. നിന്റെ മേലൊന്നുമില്ല എന്നാണ്. നിന്റെ മേൽ മാലയ്ക്ക് ഷെയ് എന്നാണ്. നിന്റെ മേലൊരു പ്രശ്നമില്ല എന്നാണ്. നീ എൻ്റെ അടുത്ത് ഒരു മിസ്റ്റേക്ക് ചെയ്തു, കുഴപ്പമില്ല എന്നാ, സാരമില്ല എന്ന് മലയാളത്തിൽ പറഞ്ഞ സാരമില്ല എന്ന് പറയുന്നതാണ് മാലേഷ്. സാരമില്ല എന്ന് പറയുന്ന ആരാ? സാരമില്ല എന്ന് പറയുന്ന ഈ മിസ്റ്റേക്ക് ആരോടാണ് ചെയ്തത്? എന്നോടൊരാൾ മിസ്റ്റേക്ക് ഞാനാ പറയേണ്ടത് സാരമില്ല. ചെയ്തയാളെന്ത് പറയണം? ക്ഷമിക്കണം എന്ന് പറയണം. അതേപോലെ ആസിഫ് എന്നാണ് ചെയ്തു പോയ ആള്, അബദ്ധം പറ്റിയ ആൾ പറയേണ്ടത്. വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത ആൾ പറയേണ്ടതാണ് മാലേഷ്. ഇത് തിരിച്ചും ഉപയോഗിക്കലുണ്ട്. പക്ഷെ അത് ഒന്നുകിൽ കേൾക്കുന്നയാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ അവർ തെറ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്. അർജുൻ أنا آسف. I'm sorry. إني لن أذهب. لن أذهب. فدا I will not go. I will not go. അപ്പം ലെൻ വന്നത് ഇതിൻ്റെ ഫ്യൂച്ചറിലാണ്. അത് എന്ത് ചെയ്തു? അത് ഹബ എന്ന് പറഞ്ഞു. ലെൻ വന്നുകൊണ്ട് നെസ്ബ് ചെയ്തു. ഇനി ലെൻ അത് ഹബ. I will not go ഇലൽ ഹിന്ദി, ടു ഇന്ത്യ. ഫി ഉത്തരത്തി സൈഫ്. സമ്മർ വെക്കേഷനിൽ ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നില്ല. ഉരീദു അൻ അദ്ഹബ ഇലാ ബഗ്ദാദ. ഞാൻ എങ്ങോട്ട് പോകണം? ഇലാ ബഗ്ദാദ. ബഗ്ദാദിലേക്ക് പോകുന്നു. കേട്ടാ, ബഗ്ദാദ് അനറബിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ?
ബഗ്ദാദ് എവിടെയുള്ളത്? ബഗ്ദാദ് ഇറാഖ്. ആ, ഇറാഖാണ്. ഇറാഖും പേർഷ്യയിൽപ്പെട്ടതായിരുന്നു. പേർഷ്യയിൽപ്പെട്ടതാ. പിന്നീട് അവിടെ ഇസ്ലാം വ്യാപിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്? ഇസ്ലാമിക അറബി വ്യാപിച്ചത്. യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിലാണ് ബഗ്ദാദിന് ഇല ബഗ്ദാദ എന്ന് പറയുന്നത്. അനറബി പദം ആയ നിലയ്ക്ക് അവിടെ ജറില്ല, കെസ്രയില്ല. കെസ്രയാതിരിക്കുമ്പോൾ തന്നീൻ വരില്ല. ലമ്മും ഫത്തഹും മാത്രമേ വരുള്ളൂ. ഒരു ലമ്മും ഒരു ഫത്തഹും മാത്രമേ വരും. ലമ്മ് വരേണ്ട സമയത്ത് ഒരു ലമ്മ് വരും, ഫത്തഹ് വരേണ്ട സമയത്ത് ഫത്തഹ് വരും, കെസ്ര വരേണ്ട സമയത്ത് ഫത്തഹ് വരും. ഇല ബഗ്ദാദ ലി അസൂറ ഖാലി. ലി അസൂറ, ലാമുൽ ഇല്ലത്ത് നമ്മൾ പറഞ്ഞ ലാമു താലീൽ പറഞ്ഞായിരുന്നില്ല നമ്മൾ, കാരണം പറയുന്നില്ല ലാമ്. ലി അസൂറ, ഞാൻ വിസിറ്റ് ചെയ്യുന്നതിന്. അപ്പൊ അവിടെ നസ്ബി ചെയ്യും കേട്ടോ. ആരെയാണ്? ഖാലി. ഖാൽ ആരാണ്? ഉമ്മയുടെ ബ്രദർ. ആ, ഉമ്മയുടെ ബ്രദർ ഖാല്. മലയാളത്തിൽ എന്ത് പറയും? മാതുലൻ. കണ്ണൂരില് കാരണവർ എന്ന് പറയും. ആ, കാരണവർ എന്ന് പറയും. വേറെ ചില സ്ഥലത്ത് കാരണവർ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനാണ്, അല്ലേ? ജ്യേഷ്ഠന്, മൂത്ത ജ്യേഷ്ഠന് കാരണവർ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ലി അസൂറ ഖാലി, ഞാൻ എൻ്റെ മാതുലിനെ കാണുന്നതിന് വേണ്ടി പോകും, വിസിറ്റ് ചെയ്യുന്നതിന് പോകുന്നു. അല്ലദീ യഅമലു, അല്ലദീ എന്ന് പറഞ്ഞാൽ ദ വൺ ഹു യഅമലു ഈസ് വർക്കിംഗ്. ഹു ഈസ് വർക്കിംഗ് ഫി സിഫാറത്തുൽ ഹിന്ദ്. സിഫാറത്ത് എന്താ? ആ, സിഫാറത്ത് എംബസി. ഇപ്പൊ സഫീർ അംബാസിഡർ, സഫീർ അംബാസിഡർ, സിഫാറത്ത് എംബസി. സിഫാറത്തുൻ എംബസി, സഫീർ അംബാസിഡർ. ആ, ഖുർആനിലുണ്ടല്ലോ ബിഐദി സഫറ. ദൂതന്മാർ, ബിഐദി സഫറ. സഫീറിന്റെ ബഹുവചനമായിട്ടാണ് സഫറത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. സഫീറിന്റെ ബഹുവചനം സഫറത്തുൻ. യഥാർത്ഥത്തിൽ അംബാസഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ രാഷ്ട്രത്തിന്റെ ദൂതനാണ്, പ്രതിനിധി, ആർദ്ദരാണ്. യഅമലു ഫി സിഫാറത്തുൽ ഹിന്ദ്, ഇന്ത്യൻ എംബസിയിൽ വർക്ക് ചെയ്യുന്നു. സിഫാറത്തുൽ ഹിന്ദ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ എംബസി. ഹുനാക്ക, അവിടെയുള്ള ഇന്ത്യൻ എംബസിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ മാതുലിനെ കാണുന്നതിന് വേണ്ടി ഞാൻ പോവുകയാണ്, വിസിറ്റ് ചെയ്യുന്നത്. അമ്ര വൈഹ്വത്തുക്, അവിടെ എന്തുണ്ട്? കോമയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വൈഹ്വത്തുക്, ഇഖ്വത്തിന്റെ അർത്ഥം എന്താ? ആ, സഹോദരന്മാരാണോ സഹോദരിമാരാണോ? സഹോദരന്മാർ. ആ, സഹോദരന്മാർ. ഖുർആനിലുണ്ടല്ലോ ഇഖ്വത്ത്, പല സ്ഥലങ്ങളിലുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ വജാഅ ഇഖ്വത്തു യൂസുഫ. ജാഅ ഇഖ്വത്തു യൂസുഫ. എന്താണ്? ആ, അലാ ഇഖ്വത്തിക, അതിന്റെ തുടക്കത്തിലുണ്ട്, സൂറത്ത് യൂസുഫിന്റെ തുടക്കത്തിലുണ്ട്. ലാ തഖ്സുസ് റുഅയാക അലാ ഇഖ്വത്തിക വഇഖ്വതുക്. വാട്ട് അബൌട്ട് യുവർ ബ്രദേഴ്സ് എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. വഇഖ്വതുക്, നിന്റെ സഹോദരന്മാരോ? അലാ യദ്ഹബൂന ഇലൽ ഹിന്ദ്, അലാ യദ്ഹബൂൻ, ആർ ദേ നോട്ട് ഗോയിങ്? ആർ ദേ നോട്ട് ഗോയിങ്? വോണ്ട് ദേ ഗോ, അവർ പോകുന്നില്ലേ? അലാ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും എന്നൊക്കെ ചോദിക്കുന്ന പോലെ. അലാ അലാ യഅലമു മൻ ഖലഖ്. അപ്പൊ എന്താ അർത്ഥം അവിടെ?
ആ സൃഷ്ടിച്ചവൻ സൃഷ്ടിച്ചുണ്ടാക്കിയവനെല്ലാം അറിയുന്നില്ലേ അറിയുന്നോന്ന് നിങ്ങളെ അലായാലും അറിയുന്നില്ല. അവരെല്ലാം അറിയുന്നില്ലേ എന്നാണ് എല്ലാം കാണുമ്പോൾ അലായാലും. അതേപോലെ അലായത് ഹബൂൻ, അവർ പോകുന്നില്ലേ ഇലൽ ഹിന്ദ്, അവർ നാട്ടിലെ ഇന്ത്യയിലേക്ക് പോകുന്നില്ലേ. അയ്യൂബ് ഞാൻ അപ്പൊ അലാന്ന് ചോദിച്ചിട്ട് നാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? No, no, they are not going. നോ. ഹും ഐളൻ ലൻ യദ്ഹബു. ഹും ഐളൻ, എന്താ ഐളൻ? they also ഓൾസോ, അതേ ഓൾസോ. ലൻ യദ്ഹബു, വോൺ ഗോ, അവരും പോകുന്നില്ല. അവരും പോകുന്നില്ല. ലൻ യദ്ഹബു. ഇപ്പൊ യദ്ഹബു യദ്ഹബൂനയുടെ എവിടെ പോയി? അത് നശിച്ചു. നസ്ബ് ചെയ്തപ്പോ ഞാൻ പോയതാണ്. അപ്പൊ ഇവിടെ ലൻ ഇന്നി ലൻ അദ്ഹബ എന്ന് പറഞ്ഞിടത്ത് ഹൈലൈറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ലൻ വന്നത് മുമ്പേ. അതേപോലെ ഇവിടെയും ഇന്നഹും ഐദൻ കഴിഞ്ഞിട്ട് ലൻ യദ്ഹബു, അവിടെയും ഹൈലൈറ്റ് ചെയ്യണം. ഹൈലൈറ്റ് ചെയ്തിട്ട് യദ്ഹബൂനെ ഒന്ന് റൗണ്ട് ചെയ്താൽ നന്നായിരിക്കും. കാരണം എന്താ, അവിടെ ഒരു സംഭവവികാസം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഞാ പോയിട്ടാണ് നെസ്ബ് ചെയ്യുന്നത്. കാരണം അത് പഞ്ചക്രിയയിൽപ്പെട്ടതാണ്. അൽ ഖംസ. ലൻ യദ്ഹബു ഹാദൽ ആം, ദിസ് ഇയർ. ആം വർഷം. ആമുള്ള ഖുറാനില് ബഅദ ആമിഹിം ഹാദ, സൂറത്ത് തൗബയിൽ ഈ വർഷത്തിന് ശേഷം അവരിവിടെ പ്രവേശിച്ചു പോരെന്ന് പറഞ്ഞില്ലേ. എന്തായാലും തുടക്കം എന്നുള്ള എൻ്റെ ഓർമ്മ വരുന്നില്ല ആയിട്ട്. എന്തായാലും അവിടെ ഉണ്ട്. ആമിന്റെ ബഹുവചനമാണ് അഴ്വാം. ആമുൻ അഴ്വാമുൻ. അഴ്വാമുൻ അഴ്വാമുൻ. വായല്ലേ? ആമുൻ അഴ്വാമുൻ. അപ്പോ സാധാരണ നമ്മൾ വിഷയില്ലേ, വിഷയുമ്പം അഴ്വാമൻ അദീദ. ബാറക്ക, ഇപ്പം ഈദിന് എന്ത് പറയും, ഈദ് മുബാറക് എന്നൊക്കെ പറഞ്ഞിട്ട് ആദനല്ലാഹു വയ്യാക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാം, വീണ്ടും അതിനെ ആവർത്തിച്ച് വരട്ടെ. എന്നിട്ട് അഴ്വാമൻ അദീദ എന്ന് പറയും. എണ്ണമറ്റ വർഷങ്ങൾ എന്നാണ്, അനവധി വർഷങ്ങൾ. സാധാരണ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാം അഴ്വാം. അപ്പോൾ ആമെന്ന് പറയുന്നത്, ആമിന്റെ പര്യായപദം എന്താണ്? ആമിന് വേറെ എന്തോ വാക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ. സനത്തിന് വർഷം. സനത്തുൻ ബഹുവചനം സിനീന. ആമുൻ ബഹുവചനം അഴ്വാമുൻ. അന ആസിഫ് ഇന്നി ലൻ അദ്ഹബ ഇലൽ ഹിന്ദ് ഫി ഉത്തറത്തി സവാരി. അല്ലാതെ കഴിഞ്ഞില്ലേ. വയഖ്വതുക ലാ യദ്ഹബൂന. നഅം ഹും അയ്ളൻ ലൻ യദ്ഹബൂ ഹാദൽ ആം, ഈ വർഷം അവരും പോകുന്നില്ല. യുരീദൂന അൻ യബ്ഖൗ. ഇവിടെ അണ്ടർസ്റ്റാൻഡ് ഖുറാനിലെ പോലെയല്ല. അണ്ടർസ്റ്റാൻഡ് ഖുറാനെല്ലാം പഠിപ്പിച്ച് ചേർന്നതിന് ശേഷം പിന്നെ ദുർബലാക്ഷരങ്ങളൊക്കെ വേറെ പഠിപ്പിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ബഖിയ യബ്ഖ എന്നതാണ് ക്രിയ. ബഖിയ എന്താ അർത്ഥം? മലയാളം വാക്കാണോ അറബി വാക്കാണോ? ബഖിയ ബാക്കിയായി. അപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ മലയാളം വാക്കാണെന്ന് പറയും. മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. അറബിയിൽ നിന്ന് ബോറോ ചെയ്ത വാക്കാണ് ബാക്കി. അപ്പൊ അങ്ങനെയാണ് ബഖിയ. ബാക്കി എന്ന് പറഞ്ഞാൽ വമാ ഇൻദല്ലാഹി ബാഖിൻ എന്ന് പറഞ്ഞില്ലേ, അതാണ് ബാക്ക്. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി. ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? പറഞ്ഞുതരാം. അപ്പൊ അതാണ് ബഖിയ യബ്ഖ. അപ്പൊ യബ്ഖ വന്നിട്ട് എന്ത് ചെയ്തു? യബ്ഖയുടെ
നമ്മൾ അപൂർണ ക്രിയ പഠിച്ചിട്ടുണ്ടാകും ദുർബലാക്ഷരം വന്ന് ഹദാ ഹദൗ അല്ല അതല്ല യബക്ക എർല വരുമ്പോ എന്താവും എർല എർലൗന എർല എർലൗന അപ്പൊ എങ്ങനെ യബക്ക വരുമ്പോ എന്താവും യബക്ക യബക്കൗന എർല എർലൗന പോലെ യബക്ക യബക്കൗന അൻ വന്നപ്പോ എന്തായി അഫ്ആൽ ഖംസയിലെ നൂന് പോയി. ഓക്കെ, ഇനി നൂന് പോകുമ്പോഴത്തേക്ക് അവിടെ അലിഫ് കൊടുക്കണം. ബഹുവചനത്തിന്റെ വാവാണെന്ന് അറിയിക്കാൻ വേണ്ടി, ബഹുവചനത്തിന്റെ വാവാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നൂന് കളഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, അലിഫ് കൊടുക്കും. അപ്പൊ യുരീദൂന യബഖൗ, ബഖൗ എന്ന് പറഞ്ഞതിന്റെ ഫെയില് മാദി ബഖിയാണ്, അതിന്റെ അപൂർണക്രിയയായ ബഖൗനെയാണ് അൻ വന്നുകൊണ്ട് നൂന് കളഞ്ഞ് നസ്ബ് ചെയ്തു. ബഖൗ ബിൽ മദീനത്തിൽ മുനവ്വറത്തി, എൻലൈറ്റൻഡ് സിറ്റി, പ്രകാശപൂരിതമായ സിറ്റി എന്ന് പറഞ്ഞാൽ ഏതാ? മദീന. നമ്മൾ മദീന മദീന എന്ന് പറയുന്നത്. മദീനയ്ക്ക് യഥാർത്ഥത്തിൽ മദീന എന്ന് പേര് വന്നത് മദീനത്തുൻ നബവിയ്യ എന്ന് പറഞ്ഞിട്ടാണ്. മദീനത്തുൻ നബവിയ്യ. അവിടെ ഒറിജിനൽ പേരെന്തായിരുന്നു മദീനയുടെ? യസ്രിബ് എന്നായിരുന്നു മദീനയുടെ ഒറിജിനൽ പേര്. യസ്രിബ് ഖുർആനിലുണ്ട്. യാ അഹ്ല യസ്രിബ് ലാ മുഖാമ ലക്കും, അല്ലയോ യസ്രിബ് കാരെ നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞു. അപ്പൊ യസ്രിബ് എന്നായിരുന്നു അതിൻ്റെ യഥാർത്ഥ പേര്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം എന്തായി? മദീനത്തുൻ നബവി എന്നായി പേര്. നബിയുടെ പട്ടണം, പ്രവാചക പട്ടണം എന്ന അർത്ഥത്തിൽ പേര് വന്നു. പിന്നീട് വഹി ഇറങ്ങുകയും അതേപോലെ വിവരങ്ങളുടെ ശേഖരമായി, എങ്ങനെ മുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ ശേഖരമായി മാറി. വഹി ഇറങ്ങുന്ന സ്ഥലവും അതേപോലെ വഹി ലഭിക്കുന്ന ആളും ഹിക്മത്തിൻ്റെയും തത്വജ്ഞാനത്തിൻ്റെയും അതുപോലുള്ള വിജ്ഞാനത്തിൻ്റെയൊക്കെ ഉടമയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന പട്ടണം എന്ന അർത്ഥത്തിലാണ് മദീനത്തുൽ മുനവ്വറ. അങ്ങനെ പ്രകാശപൂരിതമായ പട്ടണം. ഏത് സമയത്ത് എന്നാലും അവിടെ പ്രകാശപൂരിതമായിരിക്കും, അത് വേറെ കാര്യം. ഏത് സമയത്ത് എന്നാലും അവിടെ പ്രകാശപൂരിതമായി. മദീനത്തിൽ മുനവ്വറ, അവർ മദീന മുനവ്വറയിൽ ശേഷിക്കാൻ, to be in the Madina Munawwara. ലിയഹ്ഫളുൽ ഖുർആനൽ കരീം, ഇതിനു വേണ്ടിയാണ്. അപ്പൊ ലീ ലാമു തഅലീലാണ്, യഹ്ഫളൂനയാണ് നൂനുള്ളതാണ്. അഫ്ആൽ ഖംസ ആയതുകൊണ്ട് ലാമുൽ തഅലീൽ വന്നതുകൊണ്ട് ഇത് നൂന് കളഞ്ഞ് എന്ത് ചെയ്തു? നസ്ബ് ചെയ്തു. ലിയഹ്ഫളുൽ ഖുർആനൽ കരീം. അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ ഹിഫ്ള് വേറെ പ്രത്യേകം എടുത്ത് പഠിക്കുന്നവരുണ്ടാകാം, അവരതിൻ്റെ ആ പഠനത്തിൽ പോകും. അതേസമയം സാധാരണ പഠിക്കുന്നവർക്ക് പാർട്ട് ടൈം ആയിട്ട് എന്ത് ചെയ്യാം? ഹിഫ്ള് പഠിക്കാം. പഠനത്തിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷവും വെക്കേഷൻ ടൈമിലൊക്കെ ഹിഫ്ള് പഠിക്കാം. അപ്പം അതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവർ വെക്കേഷൻ സമയത്ത് എന്ത് ചെയ്യുന്നില്ല, നാട്ടിൽ പോകുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? യുരീദൂന യബഖൗ ബിൽ മദീനത്തിൽ മുനവ്വറ, അവർ മദീന മുനവ്വറയിൽ സ്റ്റേ ചെയ്യുന്നതിന് ഉദ്ദേശിക്കുന്നു. ലിയഹ്ഫളുൽ ഖുർആനൽ കരീം, ഖുർആൻ കരീം ഹിഫ്ള് ചെയ്യുന്നു, മനഃപ്പാഠമാക്കുന്നു. അംർ വ അഖവാതുക്, വ അഖവാതുക് എന്താർത്ഥം? What about your sister? അഖവാത്ത് ഖുർആനുണ്ടല്ലോ അല്ലേ? ഹുരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും ബനാത്തുക്കും വഖാലാത്തുക്കും വഅമ്മാത്തുക്കും വഅഖവാത്തുക്കും ഒക്കെ പറഞ്ഞില്ലേ? വഅഖവാത്തുക്കും വഅഖവാത്തുക്കും മിനർ റബാഅത്തി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ സഹോദരിമാരോ? അയ്യൂബ് ഹുന്ന അയ്ബൻ,
അപ്പൊ ആണുങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഹും അയ്ലൻ എന്ന് പറഞ്ഞു, പെണ്ണുങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഹുന്ന അയ്ലൻ എന്ന് പറഞ്ഞു. ഹുന്ന അയ്ലൻ ലൻ യദ്ഹബന. അപ്പൊ ലൻ യദ്ഹബു എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തു. അതേപോലെ ഇവിടെ ലൻ യദ്ഹബന ഹൈലൈറ്റ് ചെയ്യണം. ലൻ യദ്ഹബന ഹൈലൈറ്റ് ചെയ്തിട്ട് പിന്നെ യദ്ഹബനയുടെ ന്യായം റൗണ്ട് ചെയ്യണം. എന്തിനാ? യദ്ഹബന എന്ന് പറഞ്ഞത് സ്ത്രീലിംഗത്തിന്റെ ന്യായമാണ് അവിടെ ഉള്ളത്. സ്ത്രീലിംഗ ബഹുവചനത്തിന്റെ ന്യായം. മലയാളത്തിലെ ഒറ്റ വാക്കുകൾക്ക് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ ന്യായമാണ്. സ്ത്രീലിംഗ ബഹുവചനം എന്ന് പറയുന്നതിന് പകരം ഞാൻ പറഞ്ഞതാ പെണ്ണുങ്ങളുടെ ബഹുവചനം. അല്ല, പെണ്ണുങ്ങളുടെ ന്യായം. പെണ്ണുങ്ങളുടെ ന്യായം സന്ദർഭത്തിനനുസരിച്ച് പോകുന്നതല്ല. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തല്ല? അഫ്ആൽ ഖംസയിൽപ്പെട്ടതല്ല. യദ്ഹബന എന്ന് പറഞ്ഞ രൂപം അഫ്ആൽ ഖംസയിൽപ്പെട്ടതല്ല. അഫ്ആൽ ഖംസ എന്തായിട്ടാണ് നമ്മൾ പറഞ്ഞു തന്നത്? അഫ്ആൽ ഖംസ എളുപ്പത്തിൽ ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടി ആനി ഈന ഊന ഉള്ളതാണ് അഫ്ആൽ ഖംസ. ആനി ഈന ഊന ഉള്ളതാണ് അഫ്ആൽ ഖംസ. അപ്പൊ ഇവിടെ ആനി ഈന ഊന അല്ല. ഇവിടെ എന്താ ഉള്ളത്? നായുടെ മുമ്പ് ദീർഘമല്ല, നായുടെ മുമ്പ് സുക്കൂനാണ് ഉള്ളത്. നായുടെ മുമ്പ് ദീർഘമുള്ളതാണ് എന്ത്? നായുടെ മുമ്പ് ദീർഘം വരുന്നത് നായാണ് അഫ്ആൽ ഖംസയിൽപ്പെട്ട നാ. അഫ്ആൽ ഖംസയുടെ നാ അല്ലെങ്കിൽ അങ്ങനെയുള്ള രൂപമാണ് അഫ്ആൽ ഖംസയിൽപ്പെട്ടത്. പെണ്ണുങ്ങളുടെ നാ വന്നാൽ അത് സന്ദർഭത്തിനനുസരിച്ച് പോകുന്നതല്ല. പെണ്ണുങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കുമെന്നാണ്. അപ്പൊ ഹുന്ന ലൻ യദ്ഹബന, അതുകൊണ്ടാണ് ഇവിടെ യദ്ഹബന എന്ന് പറഞ്ഞത്. ലൻ യദ്ഹബന ഇലൽ ഹിന്ദ്, അവരും നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് പോകുന്നില്ല. ഫി ഹാദിഹിൽ ഉത്ലത്തി, ഓരോ യൂസേജ് വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. പ്രയോഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന പദങ്ങളാണ്. ഈ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ പദങ്ങളൊക്കെ നമുക്ക് കാണാൻ പഠിച്ച് വെച്ചാൽ, അല്ലെങ്കിൽ ഇത് പല പ്രാവശ്യം വായിച്ചാൽ നമുക്ക് സംസാരിക്കാനുള്ള വാക്കുകളൊക്കെ കിട്ടും. അപ്പൊ ഹുന്ന യദ്ഹബന ഇലൽ ഹിന്ദ് ഫി ഹാദിഹിൽ ഉത്ലത്തി, എന്താർത്ഥം? ഇൻ ദിസ് വെക്കേഷൻ, ഈ വെക്കേഷനിൽ അവരും നാട്ടിൽ പോകുന്നില്ല. യുരിദിന, യുരിദിന അള്ളാഹ് ഖുർആനിൽ പറഞ്ഞെന്താ? ഇൻ കുൻതുന്ന തുരിദിന അൽ ഹയാത്ത ദുനിയ, നിങ്ങൾ ആകുന്ന പെണ്ണുങ്ങൾ ഈ ലോക ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നാണ്. ഇവിടെ എന്താ? യുരിദിന, ആ പെണ്ണുങ്ങൾ ഉദ്ദേശിക്കുന്നു, എൻ്റെ സഹോദരിമാരായ ആ പെണ്ണുങ്ങൾ ഉദ്ദേശിക്കുന്നു. അപ്പൊ യുരിദിന, യുരീദൂന എന്ന് പറഞ്ഞാൽ ആ പുരുഷന്മാർ ഉദ്ദേശിക്കുന്നു. യുരിദിന ആ പെണ്ണുങ്ങൾ ഉദ്ദേശിക്കുന്നു. യദ്ഹബന, നേരത്തെ ലൻ യദ്ഹബന പറഞ്ഞ പോലെ നൂന് പോകില്ല. യദ്ഹബന അവർ പോകുന്നതിന്, അവരുദ്ദേശിക്കുന്നു. ഇല മക്കത്ത, ഇല മക്കത്ത, മക്കയിലേക്ക്. മക്കയ്ക്ക് എന്താ കസ്റ വരാഞ്ഞത്? താ ഉള്ള പ്രോപ്പർ നൗണൊന്നും കസ്റ സ്വീകരിക്കില്ല. ഫാത്തിമത്തും ഖദീജത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ ഹംസത്ത്, താ ഉള്ള പ്രോപ്പർ നൗണുകളൊന്നും എന്ത് ചെയ്യില്ല? കസ്റ സ്വീകരിക്കില്ല. അപ്പൊ യുരിദിന യദ്ഹബന ഇല മക്കത്ത, അവര് മക്കയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. അവലൻ ലിയഅ്തമിർന, ആദ്യമായി അവര് എന്തിനാണ് മക്കയിലേക്ക് പോകുന്നത്? അവലൻ, ആദ്യമായി, ഓർ ഫസ്റ്റ് ഓഫ് ഓൾ, ലിയഅ്തമിർന, യഅ്തമിർന, യഅ്തമറ യഅ്തമിറു, പുതിയ വാക്ക. യഅ്തമറ യഅ്തമിറു, എന്താർത്ഥം? ഉംറ ചെയ്തു. ഖുർആനിലുണ്ട്. എന്താ ഖുർആനിലുള്ളത്?
ഇന്ന الصفا والمروة من شعائر الله فمن حج البيت أو اعتمر أو يعتمر أو يعتمر അപ്പൊ എഴുത്തമറ ഇടുമ്പോഴത്തേക്ക് ഹംസ ഇല്ല കേട്ടോ എഴുത്തമറയ്ക്ക്. എഴുത്തമിറാണ്. അതെ, എഴുത്തമറ എന്ന് പറയുന്ന വാക്കിന് എന്തില്ല? ഹംസ ഇല്ല. അലിഫിന്റെ താഴെ കസറിട്ട മതി. പൂർണ്ണക്രിയയില് ഈ വരുന്ന സന്ദർഭങ്ങളിൽ അതിനെന്തില്ല? ഹംസ ഉണ്ടാവില്ല. അത് ഇസ്തഗ്ഫറ ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ ഇൻകലബ ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഇഖ്തലഫ ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കും. ഇവിടെ ഇഅ്തമറ എന്നത് ഇഖ്തലഫ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അല്ലാത്തതിനൊക്കെ പൂർണ്ണക്രിയയ്ക്ക് ഫതഹ വരിക ആദ്യത്തെ അക്ഷരത്തിന്. അതേപോലെ അഞ്ചല അഖ്റജ തദക്കറ ഒക്കെ എന്താണ്? ഫതഹ വരുന്നത്. ഇൻകലബ ഇഖ്തലഫ ഗ്രൂപ്പുകൾക്ക് വേറെന്താ പറഞ്ഞത്? ഇസ്തഗ്ഫറ ഗ്രൂപ്പുകൾക്ക് ഈയാണ് വരുന്നത്. അവിടെ ഒന്നും എന്തില്ല? ഹംസില്ല. അപ്പോ അവലൻ ലിയഅ്തമിർന. അപ്പൊ എന്താ ഈ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീലിംഗ ബഹുവചനം വന്നപ്പോൾ ലിയഅ്തമിർന, യുരിദിന എന്ന് പറഞ്ഞതുപോലെയാണ്. ലിയഅ്തമിർന, ആ പെണ്ണുങ്ങൾ ഉംറ ചെയ്യുന്നതിന്. ലിയഅ്തമിർന. അപ്പൊ അവിടെ ലാമു തഅലീലാണ് വന്നത്. അവിടെ നെസ്ബ് ചെയ്യേണ്ടതാണ്. പക്ഷെ നെസ്ബ് ചെയ്തിട്ടുണ്ട്. നൂന് പോവില്ല അവിടെ, സാങ്കല്പികമായിട്ടാണ്. ലിയഅ്തമിർന വയബ്ഖൈന, നേരത്തെ പറഞ്ഞ പോലെ ബഖിയ യബ്ഖ. പിന്നെ വന്നിട്ട് എന്താണ്? ഹും യബ്ഖൗന ഹുന്ന യബ്ഖൈന, ഹുന്ന യബ്ഖൈന. ഓക്കെ, അവർ സ്റ്റേ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ബാക്കിയാകുന്നതിന്, അവരവിടെ തന്നെ തങ്ങുന്നതിന്. എന്തിനു വേണ്ടി? ഹുനാക്ക ഷഹ്റൻ, ഒരു മാസം. ഒരു മാസം. അത് കാലയളവായതുകൊണ്ടാണ് നെസ്ബ് കൊടുത്തത് കേട്ടോ. അവിടെ ഒരു മാസം താമസിക്കുന്നതിന് അവർ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ ഖാലത്തിന. അപ്പൊ ഖാലത്ത് ആരാണ്? ഉമ്മയുടെ സഹോദരി. അപ്പൊ ഖാലുൻ എന്ന് പറഞ്ഞപ്പോൾ അത് പുല്ലിംഗമാണ്. അപ്പം ഉമ്മയുടെ സഹോദരൻ. ഖാലത്തുൻ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമാണ്. അപ്പോൾ ഉമ്മയുടെ സഹോദരി. ഇളയമ്മയുടെ അല്ലെങ്കിൽ മൂത്തമ്മയുടെ കൂടെ തങ്ങുന്നതിന് ഷഹ്റൻ ഇന്ദ ഖാലത്തിന. ഇന്ദ ഒന്നുകൊണ്ടാണ് ശേഷമുള്ളതിന് കസർ കൊടുത്തത്. ഇന്ദ ഖാലത്തിന. സുമ്മ സയദ്ഹബിന, പിന്നീട് അവർ പോകും. സയദ്ഹബിന, ശേഷം അവർ പോകും. പിന്നീട് എന്ന അർത്ഥത്തിലാണ് സാ ഉപയോഗിച്ചത്. ടീച്ചർ ഉപയോഗിക്കാൻ വേണ്ടി സാ ഉപയോഗിച്ചതാണ്. സുമ്മ സയദ്ഹബിന, പിന്നീട് അവർ പോകും. നേരത്തെ പറഞ്ഞ പോലെ യദ്ഹബിന, യദ്ഹബൂന ആ ആണുങ്ങൾ പോകുന്നു. യദ്ഹബിന ആ പെണ്ണുങ്ങൾ പോകുന്നു. സുമ്മ സയദ്ഹബിന ആ പെണ്ണുങ്ങൾ പോകും. ഇല റിയാദ്, റിയാദിന് കസറുണ്ട്. ആൾ വരുന്നതിന് എല്ലാത്തിനും കസർ സ്വീകരിക്കും. ആൾ വരുന്നതിന് എല്ലാത്തിനും കസർ സ്വീകരിക്കും. സുമ്മ സയദ്ഹബിന ഇല റിയാദ്, റിയാദിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. റിയാദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിയാദിലുള്ള ആരെങ്കിലും ഉണ്ടോ? അറിയില്ല. റിയാദ് എന്ന് പറഞ്ഞാൽ ഗാർഡൻസ് ആണ്. റിയാദ് ഗാർഡൻസ്. റിയാദുൽ ബിൽദാൻ, റിയാദുൽ അത്ഫാൽ, കുട്ടികളുടെ ഗാർഡൻ, പ്ലേ സ്കൂൾ. റിയാദുൽ ബിൽദാൻ, കുട്ടികളുടെ ഗാർഡൻ എന്നൊക്കെ പറയും. അതിനാണ് റിയാദുൽ സാലിഹീൻ വന്നത്.
ആ പദത്തിൽ നിന്ന്. ഉം. അതൊന്നും നമുക്കറിയില്ല. നമ്മൾ ഓ എന്നിങ്ങനെ പറഞ്ഞിട്ടിരിക്കും. നമ്മൾ ഒരു വാക്കിന്റെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കില്ല. സുഹൃതവാന്മാരുടെ പൂന്തോട്ടം, സാലിഹ്യങ്ങളുടെ പൂന്തോട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹദീസും ഖുറാനും ഒക്കെ പഠിക്കുന്നത്. റിയാദ് സാലിഹിന് ഹദീസും ഖുറാനും ഉള്ളത്. സുഹൃതവാന്മാരുടെ പൂന്തോട്ടം. എന്തായാലും റിയാദ് എന്ന് പറഞ്ഞാൽ റിയാദ് പൂന്തോട്ടങ്ങളാണ് കേട്ടോ. റൗളയാണ് ശരിക്കും പൂന്തോട്ടം, ഗാർഡൻസ് ആണ് റിയാദ്. റൗളത്തും മിൻ റിയാദുൽ ജന്ന എന്ന് പറയുന്നത് എൽമിൽ എന്താ പറയാ, മജ്ലിസുൽ എൽമി റൗളത്തും മിൻ റിയാദുൽ ജന്ന എന്നൊക്കെ ഹദീസ് പറയുന്ന അത് പറയുന്ന ആദ്യം എഴുന്നേറ്റ് പറയുന്നത് എങ്ങനെയായിരുന്നു? പണ്ടൊക്കെ പള്ളിയിൽ ഖുത്ബ കഴിഞ്ഞിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ തന്നെ ഖത്തീബ് എഴുന്നേറ്റ് പറയും റൗളത്തുൽ എൽമി മജ്ലിസുൽ എൽമി റൗളത്തും മിൻ റിയാദുൽ ജന്ന എന്ന് പറയും. അന്നൊക്കെ കുറേ ആൾക്കാർ മലയാളത്തിൽ ഖുത്ബ നടത്തിയിരുന്നു, കുറേ ആൾക്കാർ അറബിയിലും ഖുത്ബ നടത്തി. അങ്ങനെ പുതിയൊരു വിളംബരം കുറച്ച് ആൾക്കാർ പുറപ്പെടുവിച്ചു, ഇനി ആരും മലയാളത്തിൽ ഖുത്ബ നടത്തരുതെന്ന്. അങ്ങനെയാണ് മിമ്പറിൽ നിന്ന് ഖുത്ബ നടത്തിയത്. മിമ്പറിൽ നിന്ന് മലയാളത്തിൽ ഖുത്ബ നടത്തിയ ആൾക്കാരൊക്കെ തറയിൽ നിന്ന് ഖുത്ബ നടത്തുന്നത്. അങ്ങനെയാണ് പിന്നീട് ഖുത്ബയൊക്കെ മലയാളത്തിലുള്ള പ്രസംഗമൊക്കെ ജുമയ്ക്ക് മുമ്പായി. അപ്പോൾ അവർ പറയുന്ന ഒരു വാക്കാണ് തുടക്കത്തിൽ എല്ലാവരും ആൾക്കാർ ഇരിക്കാൻ വേണ്ടി, റിയാദുൽ ജന്ന. അപ്പൊ റിയാദ് ഗാർഡൻസ്. അപ്പൊ റിയാദിൽ തന്നെ 2 സ്ഥലമുണ്ട്, റൗളയുണ്ട് റിയാദും ഉണ്ട്. റിയാദിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ്, റിയാദ് റീജിയനിൽപ്പെട്ട സെൻട്രൽ പ്രോവിൻസ് ആണ് റിയാദ് എന്ന് പറയുന്നത്. സെൻട്രൽ പ്രോവിൻസിൽപ്പെട്ട ഒരു സ്ഥലത്തിന്റെ പേരാണ് റൗള. പണ്ടൊക്കെ അവിടെ പൂന്തോട്ടങ്ങളായിരുന്നിരിക്കും, ഗാർഡൻസ്. അപ്പോൾ ഇതിലെ റിയാദ് ജിയാറത്തി അമ്മിന്. അപ്പൊ ബന്ധുക്കളെയൊക്കെ പഠിക്കുകയാണ് കേട്ടോ നമ്മൾ. അമ്മിന് ജിയാറത്തി എന്നതിന് വേണ്ടി. സുമ്മ സയദ്ഹബിന്. അപ്പോൾ ഒരു മാസം അവിടെ തങ്ങിയതിന് ശേഷം സുമ്മ സയദ്ഹബിന് പിന്നീട് അവർ പോകും റിയാദിലേക്ക്. ജിയാറത്തി അമ്മിന്. അമ്മാരാണ് വാപ്പാന്റെ സഹോദരൻ. ജിയാറത്തി അമ്മിന്. അപ്പൊ ഇളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ. മൂത്താപ്പയെ വിസിറ്റ് ചെയ്യുന്നതിന് പോകും. അല്ലദീ യഅമലു, the one who is working fi ahadil masarifi. മസാരിഫ് മസ്രിഫത്ത്. മസ്രിഫത്ത് നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, ഇവിടെ പുതിയ വാക്കിൽ കൊടുത്തിട്ടില്ല. ബാങ്ക് എന്ന് പറഞ്ഞാൽ സർഫാക്കുന്ന സ്ഥലം എന്നാണ്. സർഫ് ആക്കുന്ന സ്ഥലം, എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലം. പണം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാണല്ലോ യഥാർത്ഥം ചെയ്യുന്നത് അവിടെ. അതാണ് ആ അർത്ഥത്തിലാണ് മസ്രിഫത്ത്. അതിൻ്റെ ബഹുവചനമാണ് മസാരിഫ്. മസ്രിഫുൻ ജംഅഹു മസാരിഫ് ആണ് കേട്ടോ. മസ്രിഫുൻ ജംഅഹു മസാരിഫ്. മസ്രിഫുൻ അതിൻ്റെ ബഹുവചനമാണ് മസാരിഫ്. യഅമലു ഫി അഹദിൽ മസാരിഫി ഹുനാക, അവിടെയുള്ള ബാങ്കുകളിൽ ഒന്നിൽ. അഹദിൽ മസാരിഫ്. അപ്പൊ അഹദിൽ മസാരിഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി? അത് ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ? ഇൻഡെഫിനിറ്റ് ആണ്. കാരണം ഏതോ ഒരു ബാങ്കിൽ എന്താ പറഞ്ഞുള്ളൂ, അഹദൽ മസാരിഫ്, ബാങ്കുകളിൽ ഒന്നിൽ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അഹദ് വരുമ്പോഴത്തേക്ക് അഹദ് ഉപയോഗിച്ചിട്ട് അടുത്ത വാക്കിനോട് അല്ലുണ്ടാവും, പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അത് ഡെഫിനിറ്റ് അല്ല, ഇൻഡെഫിനിറ്റ് ആണ്. അമ്ര أتعرف أحدا من الطلاب الهنود يذهب إلى الهند في هذه الأطلة؟ പിന്നെ ചോദിക്കുന്നത് أتعرف أحدا? Do you know anybody? അഹദൻ, ആരെയെങ്കിലും. قال الله تعالى وإن أحد من المشركين استجارك. إن أحد من المشركين
എന്നാൽ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഇസ്തജാറക്ക നിന്നോട് അഭയം തരും. അപ്പോൾ അഭയം തേടിയാൽ അവന് അഭയം കൊടുക്കണമെന്ന്. ആ താരിഫ് അഹദൻ, അതേപോലെ ആ താരിഫ് അഹദൻ, ഇഫ് യു ഡു യു നോ എനിബഡി, നിനക്ക് ആരെങ്കിലും അറിയാമോ, മിന തുല്ലാബി, സ്റ്റുഡൻസിൽപ്പെട്ട അൽ ഹുനൂദ്. ഹുനൂദ് പഠിച്ചായിരുന്നു നേരത്തെ? ഇല്ല. ഹുനൂദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ. അതിന്റെ ഏകവചനമാണ് ഹിന്ദിയുൻ. അപ്പോ ഹിന്ദിയുൻ എന്നുള്ളത് തന്മീന് കളഞ്ഞിട്ട് സ്പോക്കണിൽ വരുമ്പോ എന്താവും? സുക്കൂൻ കൊടുത്ത് പറയണ്ടേ? അപ്പൊ എന്തായി? ഹിന്ദിയായി. അപ്പൊ അറബികളാണ് ഹിന്ദി എന്ന പേരിട്ടത്. സിന്ധു നദീതീരത്ത് താമസിച്ചിരുന്ന ആൾക്കാരെ ഹിന്ദി എന്ന് പേരിട്ടതാരാ? അറബികളാണ്. പിന്നെ അവസാനം ഹിന്ദി അറബികൾക്ക് എന്തായി? ഒരു തലവേദനയായി മാറി. എനിവേ, അപ്പൊ ഹിന്ദിയുൻ എന്നതിന്റെ ബഹുവചനമാണ് ഹുനൂദുൻ. അതായത് അഹ്റമിൻ അത്തുല്ലാബിൽ ഹുനൂദി, അത്തുല്ലാബുൽ ഹുനൂദ്, അത്തുല്ലാബിന്റെ വിശേഷണമാണ് അൽ ഹുനൂദ്. കാരണം തുല്ലാബ് ബഹുവചനമാണ്, ഹുനൂദ് ബഹുവചനമാണ്. തുല്ലാബിന് അല്ലുണ്ട്, ഹുനൂദിനും അല്ലുണ്ട്. അതേപോലെ അന്ത്യവും അടയാളം കറക്റ്റാക്കി നമ്മൾ വായിക്കുമ്പോൾ കറക്റ്റാക്കി വായിക്കും. നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇതെല്ലാം എന്താണ്? രണ്ടും ബഹുവചനമാണ്, രണ്ടിനും അല്ലുള്ളതാണ്. തുല്ലാബ് പുല്ലിംഗമാണ്, ഹുനൂദ് പുല്ലിംഗമാണ്. അപ്പോ ഹുനൂദിന്റെ സ്ത്രീലിംഗം എന്ത് പറയും? പെണ്ണുങ്ങളെ വേറെയാണ്. ഹിന്ദിയുടെ സ്ത്രീലിംഗം എന്തായിരിക്കും? ഹിന്ദിയത്തുൻ. ഹിന്ദിയുടെ സ്ത്രീലിംഗം ഹിന്ദിയത്തുൻ, ഇന്ത്യക്കാരി. അപ്പൊ ഹിന്ദിയത്തിന്റെ ബഹുവചനം എന്തായിരിക്കും? ഹിന്ദിയാത്തുൻ. നമ്മൾ ചോദിക്കുമ്പോ ഹിന്ദിയും തന്നെ ചോദിക്കാം. ഹിന്ദിയത്തുൻ എന്നാണ്. നിങ്ങൾ ഗൾഫിലാണോ വർക്ക് ചെയ്യുന്നത്? അതിൽ ഐ ഡി കാർഡിൽ എന്താണെന്ന് നോക്കുക. ഐ ഡി കാർഡിൽ ഹിന്ദിയുൻ എന്ന് മാസ്കുലിൻ ഉണ്ടാവും, ഫെമിനാണ് ഹിന്ദിയത്തുൻ എന്നുണ്ടാവും. എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല, ലാംഗ്വേജ് പറഞ്ഞതാണ്. അല്ലേ? നമ്മൾ സാധാരണ പറയുമ്പോൾ ഹിന്ദി എന്ന് പറയുന്നത് എന്താണ്? അത് അങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞ മാലേഷ്യ എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു തന്നത് അതുകൊണ്ടാണ്. മാലേഷ്യ എന്ന് പലരും തെറ്റായി പറയുന്നുണ്ട്. അതേപോലെ തെറ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒന്ന് തെറ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ അറബികൾ നമ്മോട് പറയുമ്പോൾ മാത്രം അങ്ങനെയുള്ള ലാംഗ്വേജ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകും. മിനത്തുല്ലാബിൽ ഹുനൂദി യദ്ഹബു ഇലൽ ഹിന്ദി, അത്തുല്ലാബിൽ ഹുനൂദി യദ്ഹബു. അപ്പൊ ഈ യദ്ഹബു എന്ന് പറഞ്ഞ എന്താണ്? അത് അങ്ങനെയുള്ളവരെ കുറിച്ച് കാര്യം പറയുന്നത്. യദ്ഹബു പോകുന്നവരായ. അപ്പോ പിന്നെ ഇവിടെ തുല്ലാബല്ല, ശരിക്കും കർത്താവിന്റെ ഇത് വരുന്നത് യദ്ഹബു. ആരെ ഉപയോഗിച്ചിട്ടാണ് യദ്ഹബു സൂചിപ്പിച്ചിട്ടാണ് യദ്ഹബു എന്ന് ഏകവചനം ഉപയോഗിച്ചത്? അഹദാണ്. അഹദ്. അതായത് അഹദൻ, ഏതെങ്കിലും ഒരുത്തനെ അറിയുമോ? പോകുന്നവനായ. വിദ്യാർത്ഥികളിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തനെ അറിയുമോ? യദ്ഹബു പോകുന്നവനായ. ഇലൽ ഹിന്ദി, ഇന്ത്യയിലേക്ക് പോകുന്ന. ഈ ഹാദിഹിൽ ഉത്തരാത്തി, ഈ വെക്കേഷനിൽ സമയത്ത് അന്ന താലിബൻ ഹിന്ദിയൻ ഇസ്മുഹു ഖാലിദുൻ സയദ്ഹബു ഇലൽ ഹിന്ദി ഖരീബൻ. സമയത്തു I heard anna taliban. I heard that anna. Ashhadu anna Muhammad Rasulullah.
അന്ന ദാറ്റ് താലിബൻ not എ സ്റ്റുഡൻറ് student, Indian an Indian student പേര് ഖാലിദ്, ഇസ്മുഹു ഖാലിദുൻ ഹിസ് നെയിം ഈസ് ഖാലിദ് അവൻ്റെ പേര് ഖാലിദ് എന്നാണ്. അപ്പൊ നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഖാലിദ് എന്ന് പേരുള്ളതായ ഒരു സ്റ്റുഡന്റ് സയദ്ഹബു പോകും എന്ന് ഞാൻ കേട്ടു. സമയത്തു സയദ്ഹബു അവൻ പോകും ഇവൻ ഹിന്ദി ഇന്ത്യയിലേക്ക് കരീബൻ അച്ഛന്, അടുത്ത് തന്നെ പോകും എന്ന് ഞാൻ കേട്ടു. അയ്യൂബ് ഞാൻ അന ആരിഫുഹു അതെ എനിക്കറിയാം അവനെ. هو سيذهب في الأسبوع المقبل الأسبوع المقبل ഉസ്ബുഅ എന്താണ്? Next week. വീക്ക് മുഖബിൽ വരുന്ന, മലയാളത്തിൽ പറഞ്ഞാൽ വരുന്ന ആഴ്ച, ഇംഗ്ലീഷിൽ നമ്മൾ നെക്സ്റ്റ് വീക്ക് എന്ന് പറയും. നെക്സ്റ്റ് വീക്ക് അവൻ പോകും. വലാകിന്നഹു ബട്ട് ഹി but he won't return. മടങ്ങി വരികയില്ല. അപ്പൊ അവിടെ ഹൈലൈറ്റ് ചെയ്യണം. ലൻ വന്നുകൊണ്ട് നെസ്ബ് കൊടുത്തിട്ടുണ്ട്. അംർ ലിമ Why? ലിമ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. ലിമ എന്ന് ഒറ്റ വാക്കിൽ പറയുമ്പോൾ അവിടെ ഹാ ചേർക്കും. അതല്ല ലിമല യദ്ഹബു അല്ല ലിമല യർജിഉ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഹാ ഉണ്ടാവില്ല. ലിമ എന്ന് ഒറ്റ വാക്കാണ് പറയുന്നതെങ്കിൽ അവിടെ ഹാ കൊടുത്തിട്ടുണ്ടാവും, ഹാ ഉണ്ടാവും. ലിമ വൈ എന്ന്. അയ്യൂബ് ലിഅന്നഹു മരീദുൻ അപ്പോ ബിക്കോസ് ഹി ഈസ് മരീദുൻ. മരീദ് എന്താ? രോഗി. സിക്കാണ്. വസയബ്ഖ ഫിൽ ഹിന്ദി ലിൽ ഇലാജ്. വസയബ്ഖ ഹി വിൽ ബി സ്റ്റേയിങ് എന്നർത്ഥം. ബഖയബ്ഖ അവൻ അവിടെ ബാക്കിയാവും. ഫിൽ ഹിന്ദി ഇന്ത്യയിൽ ലിൽ ഇലാജ് ട്രീറ്റ്മെന്റ്. ഇലാജ് നേരത്തെ വന്നിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. ഇവിടെ പുതിയ വാക്കുകളുടെ ലിസ്റ്റിലില്ല. ഇലാജ് ട്രീറ്റ്മെന്റ്. താരിഫ് ജാഫറൻ. നിനക്ക് ജാഫറിനെ അറിയുമോ? ഡു യു നോ ജാഫർ? അംർ നഅം അരിഫുഹു ഐ നോ ഹിം. എനിക്ക് അവനെ അറിയാം. ലാകിന്നഹു ബട്ട് ഹി മിൻ പാകിസ്ഥാൻ. പക്ഷെ അവൻ പാകിസ്ഥാനിലുള്ളതാണ്. അവൻ മിൻ പാകിസ്ഥാന്. പാകിസ്ഥാൻ എന്താണ്? അനറബി പദമായതുകൊണ്ട് അത് കസ സ്വീകരിക്കില്ല. അപ്പോൾ മിൻ പാകിസ്ഥാന എന്നാ പറയും. അയ്യൂബ് യുംകിനുഹു മുമ്പ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. യുംകിനു എന്ന പദം ഉപയോഗിച്ചിട്ട് ഹു അവൻ. ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ഹിം അവന് പറ്റും. അയ്യസ്തരിയ വാങ്ങുന്നതിന് ആദൽ കിതാബ് ഈ പുസ്തകം മിൻ പാകിസ്ഥാന് പാകിസ്ഥാനിൽ നിന്ന് വാങ്ങാൻ അവന് പറ്റും. ഫഇന്നൽ കുതുബൽ ഉർദിയ്യത ഉർദു ഗ്രന്ഥങ്ങൾ കുത്തുബ് ഗ്രന്ഥങ്ങൾ കുത്തുബുൽ ഉർദിയ്യത മൗജൂദത്തുൻ ഫിൽ ഹിന്ദി. അതെവിടെയുണ്ട്? ഇന്ത്യയിലും പാകിസ്ഥാനിലും. ഫിൽ ഹിന്ദി വ പാകിസ്ഥാൻ. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉറുദു ഗ്രന്ഥങ്ങൾ കിട്ടും. അമ്ര അവൈലബിൾ ആണ്. മൗജൂദത്തിന് അവൈലബിൾ ആണ്, ലഭ്യമാണ്. അമ്ര അഷ്കുറുക യാ അയ്യൂബ്. താങ്ക് യു അയ്യൂബ്. ജസാക്കല്ലാഹു ഖൈറൻ. മേ അല്ലാഹ് ഗിവ് യു റിവാർഡ്. അല്ലാഹ് നിനക്ക് പ്രതിഫലം നൽകട്ടെ. സഅദ്ഹബു ഇലൈഹി അൽആൻ വഅഖൂലു ലഹു. ഞാൻ അങ്ങോട്ട് അവന്റെ അടുത്തിലേക്ക് പോകുന്നു. അൽആൻ ഇപ്പോൾ തന്നെ. വഅഖൂലു ലഹു ഞാൻ അവനോട് പറയുകയും ചെയ്യും. എന്ത് പറയും?
എന്ത് പറയും? ജസാക്കല്ലാ ഖൈർ, ഞാൻ ഇപ്പൊ തന്നെ അവനോട് പോയിട്ട് പറയാം എന്ന് മലയാളത്തിൽ പറയുന്ന പോലെയാ. കാരണം നേരത്തെ പറഞ്ഞ സബ്ജക്റ്റ് പുസ്തകം വാങ്ങുന്ന കാര്യമാണ്. അത് ഞാൻ അവനോട് പറയാം എന്നാണ് ആ സംസാരത്തിന്റെ സാരം. പിന്നാലാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരണം അയാൾ പോവാണ്, അസ്സലാം പറഞ്ഞിട്ട് പോവാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാതെ വഖൂലു ലഹു അസ്സലാമു അലൈക്കും എന്നല്ല. അവിടെ ഫുൾ സ്റ്റോപ്പാണ്. സാദഹബു ഇലൈഹി അന വഖൂലു ലഹു, ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി പറയാം എന്നാണ്. സലാം പറഞ്ഞിട്ട് പോയി. അയ്യൂബ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഫീ അമാനില്ലാഹ്, ഫീ അമാനില്ലാഹ്. നമ്മളെന്താ പറയുക? ബൈ ബൈ. അതൊക്കെ എന്താണ്? അർത്ഥമില്ലാത്ത വാക്കുകളാണ്. പിന്നെ എന്തൊക്കെയാ അർത്ഥം പറഞ്ഞൊപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഫീ അമാനില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവിന്റെ അഭയത്തിൽ, അള്ളാഹുവിന്റെ അഭയത്തിൽ, അമാൻ, മാനത്ത്, അമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? വരമേൽപ്പിക്കുന്നു എന്നാണ്. അത് നമ്മൾ ശീലിക്കേണ്ട ഒരു പ്രയോഗമാണ്. നമ്മൾ ബൈ ബൈ എന്നൊക്കെ പറയുന്നതിന് പകരം അസ്സലാമു അലൈക്കും യമാനില്ല, നമ്മൾ പറയും എന്താണ്? ടേക്ക് കെയർ. ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ നീ സൂക്ഷിച്ചോന്നാ. ഞാൻ സൂക്ഷിച്ചുകൊണ്ട് മാത്രം ഞാൻ സുരക്ഷിതനാവില്ല. അടുത്ത വേറെത്തനാണ് എൻ്റെ വേഗം ഒന്ന് മേക്കിട്ട് കയറുന്നെങ്കിലും ഞാൻ വളരെ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു പോവാണ്. വേറെ തെറ്റായിട്ട് ഓടിച്ചാലും അപ്പോൾ എൻ്റെ കുറ്റം കൊണ്ടല്ല. പക്ഷെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അള്ളയാണ്. അതുകൊണ്ട് യമാൻ. അപ്പോൾ എന്ത് യൂസേജും അർത്ഥമില്ലാത്ത യൂസേജുകളാണ് നമ്മൾ കേൾക്കുന്നതെല്ലാം. അതൊക്കെ അർത്ഥവത്താക്കാൻ പറ്റുന്നതാണ് യമാനില്ല. പിന്നെ ഇത്തരം പ്രയോഗങ്ങൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ മതപരമായ സംഭവമാണെന്ന്. അറബിയിലേക്ക് പോയാൽ ഇതൊന്നും മതപരമല്ല. അസ്സലാമു അലൈക്കും പോലും മതപരമല്ല. അറബികൾ എല്ലാവരും ഉപയോഗിക്കും. എൻ്റെ അടുത്ത് ക്രിസ്ത്യൻ ബോസ് ഉണ്ടായിരുന്നു, നമ്മുടെ കൺട്രി മാനേജർ. അയാളത് അസ്സലാമു അലൈക്കും, ഞാനും അസ്സലാമു അലൈക്കും. അത് ചിലപ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ സാധാരണ പറയല്, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ. പിന്നെ വരുമ്പോഴത്തേക്കും നജീം അസ്സലാമു അലൈക്കും എന്ന്. അതൊന്നും കുഴപ്പമില്ല. അതേപോലെ ഫീ അമാനില്ലാഹ് എന്ന് പറയും. മലയാളത്തിൽ പറഞ്ഞ ദൈവം നിന്നെ കാക്കട്ടെ എന്നാണ്. അപ്പോൾ ആർക്കും നമുക്ക് പറയാവുന്ന ഈ സംഭവം. നമ്മൾ അറബി ഭാഷ ഉപയോഗിക്കുന്നതുകൊണ്ട് അറബി ഭാഷ നമ്മുടെ നാട്ടിലാണ് മതപരമായ ഈ സംഭവം. അറബി ഭാഷ യഥാർത്ഥത്തിൽ എന്താണ്? എല്ലാവരുടെയും കോമൺ ഭാഷയാണ്. അവിടെ താമസിക്കുന്നതല്ല. ലബനാൻ, ഈജിപ്റ്റ്, അവിടെയൊക്കെ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. അവരെല്ലാം ഉപയോഗിക്കുന്ന ഭാഷയാണ്. സൗദി അറേബ്യ അതുപോലെ മിഡിൽ ഈസ്റ്റ് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളായതുകൊണ്ട് അറബി ഭാഷ അങ്ങനെ തന്നെയല്ല. പക്ഷെ അതല്ലാത്ത പല പ്രദേശങ്ങളിലും അറബി ഭാഷ ഉപയോഗിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ മറ്റ് മതസ്ഥരുമുണ്ട്. എല്ലാവരും ഇത്തരം യൂസേജുകൾ കോമൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ ഇത് ഈ നിഹായത്തു ദർസ് പാഠത്തിൻ്റെ അവസാനമാണ്. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ എക്സസൈസ് വായിച്ചിട്ടുള്ള അടുത്ത പ്രാവശ്യം വരാൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്ലാസ് നടക്കുമ്പോഴത്തേക്ക് വയനാട് സംഭവ വികാസനം നടന്നു കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഇത്ര ഭീകരമാണെന്ന് നമ്മൾ അറിഞ്ഞില്ലെന്നേ. എന്തായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഹായങ്ങൾ എത്തിക്കുക, കഴിയുന്നത്ര സഹായങ്ങൾ എത്തിക്കുക. അതേപോലെ എന്തൊക്കെയാണ് ഗുണപാഠങ്ങളുള്ളത് എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും ഒരുപാട് സംഗതിയുണ്ട്. അതൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളുക. ആർക്കും എന്തും സംഭവിക്കാം. ഒരു സുപ്രഭാതത്തിൽ ആരോരും ഇല്ലാത്തവനാകാം, ഒന്നുമില്ലാത്തവനാകാം എന്നതിൻ്റെ അടയാളങ്ങളാണ്. എത്ര കരുതി വെച്ചതായിരുന്നാലും, എത്ര സൂക്ഷിച്ചു വെച്ചതായിരുന്നാലും, ഒരാൾ ഇന്ന് അടുത്ത ദിവസം നിൽക്കാതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വെച്ചിരുന്നതാണ്. അവരുടെ അവസ്ഥ പാടെ മാറുകയാണ്. അങ്ങനെ ഏത് സമയവും നമ്മളൊക്കെ പറയും തവക്കൽ അല്ലാഹ് എന്നൊക്കെ പറയും, ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് പലപ്പോഴും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകാറുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ എന്നും സംഭവിക്കാം എന്നതിൻ്റെ ഒരുപാട് അടയാളങ്ങളാണ്. അതേപോലെ മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചത് കാരണമായുള്ള ഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്.
മനുഷ്യ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമായി ലോകത്ത് ആകാശത്തും ഭൂമിയിലുമൊക്കെ എന്താണ് കരയിലും കടലിലും കുഴപ്പം നടമാടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് അതിൻ്റെ അടയാളമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ പഠിക്കാനുണ്ട്. വാർത്തകളിലൂടെ വരുന്നതിലും വിശകലനങ്ങളിലൂടെയൊക്കെ നമ്മളത് വായിച്ച് പാഠം ഉൾക്കൊള്ളുക. അതനുസരിച്ച് നമ്മുടെ ജീവിതം ചെയ്യുക, മാറ്റി വരിക. അല്ലാതെ നമുക്ക് തോഫീക്ക് നൽകട്ടെ, അവരുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി കൊടുക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته.